ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ലവ് ലേക്ക് അൽകുദ്രയില. അടിപൊളി സ്ഥലമാണ്, പക്ഷെ ഭയങ്കര ചൂടാന്ന് മാത്രം. കാഴ്ചകളിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്ന ലവ് ലേക്കിൻ്റെ. അവിടെ ഇപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നടക്കാണ്ട് കുറേ. അപ്പോൾ നല്ല വെയിലത്തായിരുന്നു ഞങ്ങൾ പോയത്. ഇതൊരു കൊല്ലം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ, നമ്മളിപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മരത്തോണ്ടുള്ള ഗേറ്റൊക്കെയാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വായോ. ഇത് സ്റ്റാർട്ടിങ് എനിക്ക് ജോലിയില്ലാണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഒരു 4 മണിക്ക് അച്ഛൻ എവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് നമ്മളിങ്ങോട്ട്. ഇവിടെ കണ്ടോ, ഫ്രെയിമൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല എല്ലാം മരത്തോണ്ട് ഉണ്ടാക്കിയതാണ്. അതാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും നല്ലത്. അത് ഞാൻ ഏതായാലും ഈ വീഡിയോയുടെ ഒപ്പം കാണിക്കാം കേട്ടോ. പിന്നെ ഏട്ടൻ ഇങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ വീഡിയോ എടുത്ത് നടക്കായിരുന്നു. ഇത് അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോയൊക്കെയാണ്, പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് മാത്രം. പിന്നെ അച്ഛൻ പോയി. അച്ഛൻ അങ്ങനെയാണ്, അച്ഛനെ സ്പീഡിൽ നടക്കണം. അച്ഛനെ ഞങ്ങൾ കാണുന്നുണ്ടായില്ല, ഇവിടേക്ക് എത്തി അച്ഛൻ. പിന്നെ ഏട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ നല്ല വെയിലത്തായിരുന്ന കാരണം ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. പിന്നെ ലൈക്കിലെല്ലാവരും പേരെഴുതി ഇങ്ങനെ ലവ് ചിഹ്നം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം. അപ്പോൾ ഞാനും ഏട്ടൻ്റെ എൻ്റെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതിയിട്ട് കുറേ എഴുതിയുണ്ടായി. കുറേ എഴുതി ഇങ്ങനെ ലവ് ചിഹ്നമൊക്കെ വരച്ചു. ശരിയായൊന്നുമില്ല, എന്നാലും ഒരു കൗതുകത്തിന് അതൊക്കെ ചെയ്തു. അതാണ് ഈ കാണുന്നത്. മീനുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മീനുകളുണ്ടായില്ലേ. ഇവിടെ കുറേ അരയന്നങ്ങളും താറാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അരയന്നാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം കുറേ ഉള്ള കാരണം എനിക്കറിയില്ല ശരിക്കും ഏതാ അരയന്നം ഏതാ താറാവെന്ന്. ഇതിനെ കണ്ടിട്ട് താറാവാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികളൊക്കെ പോയ ഈ വഴി കൂടെ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ വഴിയാണ്. കുറേ നേരം ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നടന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം. നല്ല പുറത്ത് വെയിലാണെങ്കിലും
പക്ഷെ വെള്ളം ഭയങ്കര തണുപ്പായിരുന്നു. കുറേ നേരം ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. അതാണ് നിങ്ങളിനി കാണുന്നുണ്ടാവുക കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ചൂടായിരുന്നു, കാരണം അത്രയും മണലാണല്ലോ. അപ്പോൾ അച്ഛൻ നടക്കുന്നതാണ് ഈ കാണുന്നത്. അച്ഛൻ അങ്ങനെ നടന്ന് അങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് നടക്കുകയാണ്. കണ്ടോ, നല്ല എല്ലാ മരത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ലവിൻ്റെ ചിഹ്നത്തിൽ ഫുള്ള് മരത്തുകൊണ്ട് ഉണ്ടാക്കിയത് ആണ് ഈ തൂക്കിയിട്ടേക്കുന്നത്. പിന്നെ നിറച്ച് മീൻ. ഇതാണ് അച്ഛൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അച്ഛൻ കാണിച്ചു തരുന്നു. നല്ല വലിയ വലിയ മീനുകളുണ്ടായിരുന്നു കേട്ടോ ഇതിൽ. നല്ല വെയിലാണ്. മീനൊക്കെ എങ്ങനെയുണ്ട്? തോന മീനാണ് കഴിച്ച്. ഇത് ഓറഞ്ച് മീൻ. ഓറഞ്ച് മീൻ. അത് ഇസ്മന്റെ ഓറഞ്ച് മീൻ. അത് പോയി. നടക്കാം നമുക്ക്. പക്ഷെ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെയാണ് അമ്മേനെയൊക്കെ കൊണ്ടുപോയി അച്ഛൻ കാണിച്ചു കൊടുത്തു എന്ന് പറയാണ്. അപ്പൊ നമ്മളതിനെ അച്ഛൻ ഈ വെയിലത്താണ് കൊണ്ടേ. ഏട്ടൻ ആദ്യമായിട്ട് വരണേ അല്ലേ? അച്ഛനെന്തോ നല്ലൊരു അടച്ച് ഉണ്ടാക്കി വെച്ചാൽ മരത്തോണ്ടാണത്. ഇവിടെ ഒരു ചെറുത് ഉണ്ട്. പിന്നെ പകരം അവിടെ നമ്മൾ മീനിൻ്റെ അടുത്തേക്കാണ് പോയതാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഭംഗിയിൽ അതിങ്ങനെ വരുന്നത് കാണാൻ പറ്റണില്ലേ, അത് നന്നായിട്ടുണ്ട്. നടക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലമുണ്ട്. നമ്മളൊരു സ്ഥലം മാത്രം പോയോ, നല്ല വെയിലായ കാരണം അല്ലേ. അപ്പുറത്തേക്കൊക്കെ കുറേ ഉണ്ട് നടക്കാൻ. നമുക്ക് പിന്നെ വരുമ്പോൾ പോവാം.
ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വണ്ടിയിൽ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. 1-2 ആളും ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ മാത്രം. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടുള്ളൂ. പിന്നെ ഇങ്ങനെ കാറിൽ അകലേക്കായിരിക്കും ആൾക്കാർ പോയിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ പോയിട്ട് നമ്മൾ തിരിച്ച് പോകാവുന്നതാണ് ഈ കാണുന്നത്. കാരണം നല്ല, ഞാൻ പറഞ്ഞല്ലോ, വെയിലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ വെറുതെ എന്തിനാണ് അങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ട് അച്ചപ്പം വെള്ളം അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുടിക്കാണ്. അപ്പം അതാണ് ഈ കാണുന്നത്. ഞങ്ങളെല്ലാവരും വാങ്ങി കുടിച്ചു. പിന്നെ ഇതേ കാർ എടുക്കാൻ പോവാണ്, റിട്ടേൺ പോകാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ തിരിക്കാണ്. വിശർത്തൊരു പരിപാടി. ഒന്നും പറയില്ലേ ഇയാളെ? ഹാപ്പി ഹാപ്പി ഹാപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലെമിംഗോ ലേക്ക്. തിരിച്ചു പോരുമ്പോഴാണ് ഇവരെന്നെ കണ്ടത്. കുറേ ഉണ്ട് ഇവർ അതിൽ കാണാം കേട്ടോ. ഒരുപാട് ഏറ്റാണ് കാണാൻ, നല്ല രസമാണ്. ഇവരെ ലൈക്കാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.